ണെന്ന് മനസ്സിലാക്കാൻ പറ്റും. തക്ബീർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റമളാൻ അവസാനിക്കുന്ന സൂര്യാസ്തമയത്തോടു കൂടെ ആരംഭിക്കുന്ന തക്ബീറുകൾ അവസാനം ഈദ് നമസ്കാരത്തോടുകൂടെ എന്ത് ചെയ്യും? ആ തക്ബീറുകൾ അവസാനിക്കും. വലിതുക്കബ്ബിറുല്ലാ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. തക്ബീർ നമ്മൾ ചെല്ലണം. അത് പുരുഷന്മാർ ഉറക്കെ ചെല്ലണം. എവിടെ? ഫിൽ മജാമിഇ വൽ അസ്വാഖി വൽ ബുയൂത്ത്, വീടുകളിലും അങ്ങാടികളിലും എവിടെയെല്ലാം കൂടുന്നുവോ ആ അസ്തമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയാണെങ്കിലും അവിടെ തക്ബീർ മുഴങ്ങിക്കൊണ്ടിരിക്കണം. അതാണ് വേണ്ടത്. സ്ത്രീകൾക്ക് പതുക്കെ ചൊല്ലാം. മറ്റൊന്നും പെരുന്നാൾക്ക് ചെയ്യേണ്ട ഇഖ്തിസാലുൽ സ്വലാത്തിൽ ഈദ്, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പ്രത്യേക നിയ്യത്തോടെ ഒരു കുളി വേണം. അതേപോലെ തന്നെ വലുബുസ്, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ എന്ത് ചെയ്യണം? ധരിക്കണം. സുഗന്ധം ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ മറ്റൊരു കാര്യം, ഈദ്ഗാഹിലേക്ക് ഈ ചെറിയ പെരുന്നാളിന് ഈദുൽ ഫിത്തറിന് പോകുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിച്ചു പോകാം. ഈത്തപ്പഴമായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നതെന്നും അത് ഒറ്റയായിട്ടാണ് കഴിച്ചിരുന്നതെന്നും പ്രത്യേകം ഹദീസുകൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈദ്ഗാഹിലേക്ക് പോകുന്ന സമയത്ത് വാഹനങ്ങളിലൊക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് പോകേണ്ടത് എന്നാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പള്ളിയിൽ വെച്ചാണ് ഈദ് നമസ്കാരമെങ്കിൽ നമുക്ക് അവിടെ പള്ളിയിൽ കയറിയാലുള്ള തഹിയ്യത്ത് പറ്റും. എന്നാൽ ഈദ്ഗാഹിലാണെങ്കിൽ നമ്മുടെ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് വേറെ നമസ്കാരങ്ങളൊന്നും നമ്മൾ നിർവഹിക്കേണ്ടതില്ല. അതേപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും നമ്മളെ കൂടെ കൊണ്ടുപോകണം. ഇസ്തിസ്ഹാബു നിസാ വൽ അത്ഫാൽ വസ്സിബിയാൻ, അവരെ കൊണ്ട് ആർത്തവകാരികളായ സ്ത്രീകളെ പോലും കൂട്ടി പോകാനാണ് ഈദ്ഗാഹിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് ഇതുവരെ പെരുന്നാളിന് നമ്മുടെ കൂടെ വന്നിട്ടില്ലാത്ത നമ്മുടെ ഭാര്യയ്ക്ക് ഈ പെരുന്നാൾ ഒരവസരമാവണം. അതേപോലെ തന്നെ നമുക്ക് അനുമോദനങ്ങൾ, ആശംസകൾ നേരാം പെരുന്നാളിന്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറഞ്ഞിരുന്നു എന്ന് ഹാഫിദ് ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് പറഞ്ഞതായിട്ട് കാണാം. അതൊക്കെ പൂർവിക കാലങ്ങളിൽ തുടർന്നു വന്ന അനുമോദനങ്ങളാണ്, അതിന് യാതൊരു തകരാറുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പോകുന്നതൊരു വഴിക്കും തിരിച്ചു വരുന്നത് മറ്റൊരു വഴിക്കുമാകുന്നത് നല്ലതാണ്. ഏതായിരുന്നാലും എല്ലാ സുന്നത്തുകളും അതിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം.